അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ബാംഗ്ലൂരിലെ വിഷയം കൃത്യമായിട്ട് അന്വേഷിച്ചു. അതായത് AP വിഭാഗത്തിൻ്റെ ബാംഗ്ലൂർ യാത്ര നടന്ന സമയത്ത് അവിടുത്തെ APൻ്റെ വിഭാഗം ആളുകൾ AP വിഭാഗത്തിൻ്റെ പ്രവർത്തകന്മാർ പറഞ്ഞു പോലും കാലിനെ വേണം, AP കാലി ആക്കണം എന്ന് പറഞ്ഞു പോലും. AP എന്നല്ല, അവിടെ ഓർക്കൊരു കാലി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ. പക്ഷേ APനെ നിരുത്സാഹപ്പെടുത്തിയതാണ്. ആ കാര്യത്തിൽ APനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ബാംഗ്ലൂർ പോലുള്ളൊരു സ്ഥലത്ത് വേണ്ട എന്ന് വെച്ചതാണ് AP. അവരുടെ ആളുകൾ നമ്മളൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ അവർ തീരുമാനിച്ചു വെച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ഒരു ശാന്തമായി പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ കയറി ഇടപെട്ടിട്ട് വഷളാക്കണ്ട, കൊളാക്കണ്ട എന്ന് അവർ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഇത്രയും കാലം അവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ടാണ് ഇന്ന് അവർ കാലിന് അവൾ സത്യപ്രതിജ്ഞ നടക്കൂടെ. ഇന്ന് മഗ്‌രിബ് 9 മണിക്ക് അവിടെ പരിപാടി നടക്കും. AP വിഭാഗത്തിൻ്റെ കാലി ആയിട്ട് പ്രഖ്യാപിച്ച പരിപാടി അവിടെ നടക്കും. ഇതിനൊക്കെ ഉത്തരവാദി ആളാരാണ്? പൊന്നാരൻ്റെ ചെങ്ങൈമാരെ നമ്മളെ മരക്കുറ്റികളാണ്, ഷജറകൾ. ഇവരെ കൊണ്ട് കിട്ടുന്ന ഒരു അതാബ് നല്ല നിലക്ക് പോയി കഴിഞ്ഞെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അവിടെ 10-23 ചില്ലാം മഹലുണ്ടെന്നാണ് പറഞ്ഞത് AP വിഭാഗത്തിന്. ഇതൊന്നും ഞാനതിൽ പറയാതിരുന്നത് എന്താ പറയുക, വിഷമം കൊണ്ടാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പം. കാരണം ഈ മരക്കുറ്റികൾ ചെയ്യുന്ന ഓരോരോ ദുലുമിൻ്റെയും ഫലം അനുഭവിക്കുന്നത് സംഘടനാ പ്രവർത്തകരായ നമ്മളടക്കമാണ്. അതുകൊണ്ടാണ് ഇത് പറയണത്. ഇവരെ തുറന്നു കാണിക്കണം. ഇവരെ ഒരു മഹല്ലത്തും ഇവരടിപ്പിക്കരുത്. മനസ്സിലായില്ലേ? കാരണം അവർ പോലും AP പോകാൻ കാലം പോലും കാണിച്ചൊരു മാന്യത കാണിക്കാതെ നല്ല രീതിയിൽ പോയി ഒരു മഹല്ലത്തിൽ കൊണ്ടുപോയി എന്താ ഗുണപ്പോൾ ഉണ്ടായത്? എന്താ ഉണ്ടാകുക അവിടെ? എന്താ ഉണ്ടാകുക? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കുക. അവിടെ എത്ര മഹല്ല നമുക്ക് കിട്ടുക? എന്നാൽ തന്നെ ഈ പറഞ്ഞ മഹല്ലകടത്തുകളൊന്നും അവിടെ ഈ ബയ്യത്തിന് വരില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ മഹല്ലും ആകെപ്പാടെ 13 മഹല്ലത്തെയാണ് നമ്മളെ കീഴിലുള്ള പ്രവർത്തനം ഉള്ളത്. എന്ന് മാത്രമല്ല, ഇവരുടെ അതായത് ഈ മരക്കുറ്റികൾ അവിടെ പോയിട്ട് അവരെന്നോട് പറഞ്ഞെന്തായാലും മരക്കുറ്റികൾ അവരെ മഹല്ലത്ത് ചെന്നിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ബയ്യത്ത് ചെയ്യണമെന്ന് പറയുകയും അവിടെ അതെന്ത് ചെയ്തു? അവരുടെ ആളുകളെ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അവരെ പ്രശ്നമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് ഖാദി നിയമത്തിലേക്ക് കടക്കുകയും ഖാദി പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതിന് മനസ്സിലാക്കണം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ആർക്കാണ് നഷ്ടം? ഇതൊന്നും ചിന്തിക്കാതെ ബാംഗ്ലൂർ കർണാടകത്തിൽ ഇവിടെ മംഗലാപുരം കാലിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്, അതിനൊരു ഉപകാരമുണ്ട്. അത് നമ്മളാക്കണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഉള്ള സ്ഥലമാണ്. മലയാളീസ് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ തന്നെ മലയാളം പറയുന്ന ആളുകളാണ്. നമ്മളെപ്പോലെയാണ് അവിടെ, കേരളം പോലെ തന്നെ ഏകദേശം. മനസ്സിലായില്ലേ? ഇപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന ഈ ഫസാദ് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതവും പ്രയാസവും നമുക്കാണ്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഷജറകൾ എന്ന് പറയുന്ന ആളുകളെ തിരിച്ചറിയണം. ഇവർ ഉമ്മത്തിൻ്റെ ഗുണകാംക്ഷികളല്ല, സംഘടനയുടെ ഗുണകാംക്ഷികളല്ല, സമുദായത്തിൻ്റെ ഗുണകാംക്ഷികളല്ല. ഇവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫസാദ് ഉണ്ടാവും, ഒരു തർക്കും വേണ്ട. അതുകൊണ്ട് ഇവരെ നല്ലോണം മനസ്സിലാക്കിക്കോളി. ഇതൊന്നും ഇപ്പം നമ്മൾ പറയില്ല. ബാംഗ്ലൂരിൽ ഇന്ന് പ്രഖ്യാപനം നടക്കാൻ പോകണേ AP. മനസ്സിലായില്ലേ? അത് 23 അങ്ങനെ എന്ത് 20 ചില്ലാൻ്റെ മഹലുണ്ട് അവർക്ക് എന്നാണ് പറയണത്. നമുക്ക് എന്താ ഉള്ളത്? ഇതൊക്കെ പറയിപ്പിച്ചതും ഇതിലേക്കൊക്കെ വൈവച്ചതും ഈ ടീമാണ്, ഈ മരക്കുറ്റികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ കണ്ടില്ലേ? അതായത് മംഗലാപുരം കാലി, അവിടെ നമ്മളെ കാലിമാരൊക്കെ ഉണ്ട്. അവിടെ ഖുറാത്തങ്ങളെ കാലിയായിരുന്നു. അവിടെ AP ഖുറാത്തങ്ങളെ കാലശേഷമായിട്ട് AP ഖാലിസ്ഥാൻ ഏറ്റെടുത്തും ചെയ്തു. അതൊന്നും നിലയും തുടങ്ങിയത് എല്ലാ വർഷങ്ങളോളമായി. അങ്ങനെ ആ സംവിധാനം നിലവിലൊക്കെയുണ്ട്. കാരണം അവിടുത്തെ ഭൂമി ശാസ്ത്രം, അവിടുത്തെ ജനസംഖ്യയും ജനങ്ങളുടെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ കാലി അറിഞ്ഞാൽ നമ്മളെ മാതിരിയല്ല. നമ്മളെ നാട്ടിൽ ബംഗാളികളൊന്നും കണ്ട് ഒരു പള്ളി ഉണ്ടായിക്കാണ്ട് അതിൽ കാലിയാകണ മാതിരിയല്ല. മംഗലാപുരത്ത് മനസ്സിലായില്ലേ? അവിടുത്തെ കാലി അത് ഒറിജിനൽ കാലിമാരാണ്. ആരാണെങ്കിലും ഖുറാത്തങ്ങളായിരുന്നു, ഒറിജിനലായിരുന്നു, താക്കോസ്താൻ ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റു പല ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ AP ആണ്, അത് ഒറിജിനലായിട്ട് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. ബാംഗ്ലൂർ ഈ ഷജറകൾ കാട്ടിക്കൂട്ടി ഓരോരോ അല്പത്തരം കൊണ്ട് കിട്ടുന്ന പണിയുണ്ടില്ലേ? ബാംഗ്ലൂർ നമ്മുടെ നാട്ടിൽ ബംഗാളികളെന്ന് കണ്ട് കാലിയാക്കണ മാതിരിയാണ്. ഈ ജാതി തലയും തലച്ചോറിട്ട് ഒരു ബന്ധമില്ലാത്ത അവിടുത്തെ എന്താ ഞാൻ പറയാ, ചെങ്ങായിൻ്റെ പേരൊന്നും പറയണില്ല, അവിടുത്തെ ആൾക്കാരെ ഈ സംഘടനയെ പറയിപ്പിക്കാനും നശിപ്പിക്കാനുമായിട്ട് ആരെടുത്തുനിന്നും അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ഈ ഷജറകൾ. ഒരു തർക്കമില്ല. ഇപ്പം കണ്ടില്ലേ? ഇതാണ്ട് കേട്ടോളൂ, ഇതിൻ്റെ അടിയിലുള്ള വോയിസ്. ഇപ്പം അവിടെ APയും കാലിനാക്കാണ്. ഇതിന് ഞാൻ ഒരു വർത്താനം പറയേണ്ട പറയണില്ല. കാരണം നമ്മളും കൂടി ഉൾക്കൊണ്ടാനുള്ള സംസ്ഥ എന്നുള്ള ഒരൊറ്റ സങ്കടം കൊണ്ട്, ഒരൊറ്റ പ്രയാസം കൊണ്ട് പറയില്ലാത്തതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? ഈ ഷജറകൾ ഈ സമുദായത്തിൻ്റെ ഈ സംഘടനന് ശാപമാണ്, ശാപം. ആ ഒരു അരക്കാശിൻ്റെ ഉപകാരം അവരെ കൊണ്ടില്ല. തൊള്ളട്ട് കണ്ട് പടം ഉള്ളത് മുഴുവൻ കൊളന്തുണ്ട് എന്നല്ലാതെ ഈ സമുദായത്തിൻ്റെ ഒരുമയും ഐക്യവും ഈ സംഘശക്തിയുടെ
പരസ്പരമുള്ള ബന്ധവും തുരങ്കം വെക്കുക എന്നല്ലാതെ അരക്കാശിൻ്റെ ഉപകാരം ഈ കൗമിനെ കൊണ്ടില്ല. പറഞ്ഞതുപോലെ ഈ സമയം ഒന്നും ഇപ്പം ഇങ്ങനെ പറയേണ്ട സമയമല്ല. പറയാതിരിക്കാൻ എന്താ വയ്യ. അപ്പം അത് എ പി അവിടെ കളിയായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി അവിടെ എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയണില്ല. കാരണം ഞാനും കൂടി ആ പ്രസ്ഥാനത്ത് നിൽക്കണതുകൊണ്ട് എനിക്കൊരു പ്രയാസമുണ്ട് അത് പറയാൻ. തൊലിക്കെട്ടുണ്ട് അത് കേട്ടോളി. ഉളുപ്പില്ലാത്ത ഷജറകൾ. കാലീന ഇപ്പോൾ ഇവർ കൊണ്ടുവന്നല്ലേ, എ പിക്കാർ കൊണ്ടുവന്നല്ല, അത് നമ്മളെ സംസ്ഥക്കാരെന്ന് പറയുന്നില്ല. ഇവിടെ നമ്മുടെ കുറച്ച് ഷജറകൾ ഇവർ ചൂടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം മൊത്തം പ്രശ്നമായി ബാംഗ്ലൂർ. ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ നടക്കുന്നു, ഒരു മറുഭാഗത്ത് ഇവർ കളിക്കുകയും ചെയ്യുന്നു. മര്യാദയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ബാംഗ്ലൂരിനെയാണ് ഇവരില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രശ്നമാക്കിയത്. എ പിക്കാർ 28 മഹലുണ്ട് അവർക്ക്. നമുക്ക് ഉള്ളത് 13-10 ഉള്ളത്. അതിൽ ഒന്നിൻ്റെ ബ്രാഞ്ചാണ്. 4-7-8 ഉണ്ടാവും. അവർക്ക് 23 മഹലുണ്ട്, 23-28 10-60 മദർസ ഉണ്ട്. വളർന്ന് പോകുന്നു. ഇങ്ങനെയൊക്കെയാണുള്ളത് പ്രശ്നങ്ങൾ. നമ്മൾ സമസ്തക്കാരെന്ന് പറയുന്ന ആൾക്കാർ നടത്തുക, പിന്നെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. മറ്റവരിങ്ങനെ ആകെ ഒരു എച്ച് പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എത്ര പള്ളിയായി? 23 പള്ളിയായി. നമ്മളോടോ ഒന്നും വളരുന്നില്ല. ചർച്ച തുടക്കം കുറിക്കുന്നല്ല, എന്നാലും പിന്നെ നമ്മുടെ ഒരു ഭാഗത്ത് വിഷമത്തോടു കൂടിയാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ലൊരു പിരിവും കാര്യമൊക്കെ നടത്തി ദുരിതാശ്വാസ നിധിയിലേക്ക് KMCC യുടെ കെയർ ഓഫിൽ ഇൻഷാ അല്ലാഹ് ആ പരിപാടിയുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം.